ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തംബ്നെയിൽ കണ്ടതുപോലെ നമ്മുടെ ബെട്രോത്തലിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ രാവിലെ ഒരു 4 മണി ടൈമിൽ ഞാൻ എഴുന്നേറ്റതാണ്. നമുക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് പോകണം. അപ്പോൾ എല്ലാ കസിൻസും എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിമാരൊക്കെ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 5:30 ടൈമൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി വേഗം എൻ്റെ സാരി ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാണ്. കാരണം ചെറിയൊരു സാരി ഫോളും കാര്യങ്ങളൊക്കെ വെക്കാൻ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് ചുളുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അവൾ അയൺ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ പപ്പയും മമ്മിയും എല്ലാവരും എഴുന്നേറ്റു. നമ്മളെല്ലാവരോടും ബൈ പറഞ്ഞ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്നെ ബിജോയ് ചേട്ടനാണ് കേട്ടോ കൊണ്ടാക്കണത്. പിന്നെ ഞാൻ ചേട്ടനെ കഴിയുമ്പോൾ വിളിക്കാന്നുള്ള ഒരു ഇതിൽ വരെയാണ്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പോകാം. ഇതിനുള്ളിലില്ല. ഫോട്ടോഗ്രാഫേഴ്സ് അവിടേക്ക് വരിക. അപ്പോൾ ഞാനും ബിജോയ് ചേട്ടനും വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പോൾ ആദ്യം പോകാൻ പോണത് നമ്മുടെ പൂ മേടിക്കാനാണ്. അപ്പം എൻ്റെ സാരിക്ക് നമ്മൾക്ക് നമ്മുടെ മുടിയിൽ വെക്കാനുള്ള കുറച്ച് റോസാപ്പൂ കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പം നമ്മൾ തൃശ്ശൂർ പോയിട്ട് ആദ്യം അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം നമുക്ക് പൂ മേടിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ഡച്ച് റോസ് കാര്യങ്ങളൊക്കെ കിട്ടി. എന്നോട് പാർലറിലെ ചേച്ചി പറഞ്ഞത് ഡച്ച് റോസ് മേടിക്കാനായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ മേടിച്ചു. അപ്പം ഇനി നമുക്ക് വേഗം തന്നെ പാർലറിലേക്ക് പോകാട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിന് അടുത്ത് തന്നെയാണ്, കുരിയച്ചിറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ പാർലറിലുള്ളത് നേഹാസിലാണ്. ഞാൻ നമ്മുടെ മധുരമെപ്പ് വ്ളോഗൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. നേഹാസിലാണ് നമ്മൾ ബെട്രോത്തലിൻ്റെ മേക്കപ്പും വെഡിങ്ങിൻ്റെ മേക്കപ്പൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാട്ടോ. ബിജോയ്, ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ചേട്ടൻ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അപ്പം ഞാൻ പറയാം. ഓക്കെ. ഞാൻ എന്നോട് ചോദിച്ചാൽ 5 എണ്ണമൊക്കെ മതിയെന്ന്. ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെക്കാന്ന് വിചാരിച്ചേ. ഇനി ഇൻ കേസ് പറ്റിയില്ലെങ്കിലോ ചേച്ചി. അങ്ങനെ നമ്മൾ ബ്യൂട്ടി പാർലറിലെത്തി. ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇവിടുത്തെ കുട്ടി വ്ളോഗായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അധികം വീഡിയോസ് ഞാൻ അതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുത്ത വീഡിയോസൊക്കെ കൂടിയിട്ട് ഞാനൊരു കുട്ടി വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ, ഇനി വരുന്ന ചേച്ചിയാണ് നമ്മുടെ ഇതിൻ്റെ ഈ ബ്യൂട്ടി പാർലറിലെ ഓണർ. അപ്പോൾ ചേച്ചിയോട് ഭയങ്കര താങ്ക്ഫുൾ മൊമെൻ്റ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരോടും എനിക്ക് ഭയങ്കര താങ്ക്ഫുൾ മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടോ. മേക്കപ്പും കാര്യങ്ങളും എൻ്റെ ഡ്രസ്സും എല്ലാം അതും കൂടി വന്നപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. വ്ളോഗർ തിരിയൂ. എന്ത് തിന്നാ? എന്ത് തിന്നാ? എന്താ തിന്നണേ?
വ്ളോഗർ ശ്രദ്ധയോടൊപ്പം അതിര. ഇത് നമ്മുടെ ജ്യോതി ഗൈസ്. നിന്നെ കാണിക്കാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് കസിൻസും എടുത്തു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി എടുത്ത വീഡിയോസൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എത്രത്തോളം വീഡിയോസ് എടുത്തിട്ടുണ്ടെന്ന് വരെ എനിക്കറിയില്ല. ഞാൻ ഇത് കാണുമ്പോഴാണ് സത്യത്തിൽ ഞാൻ ഫുൾ വീഡിയോ കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി. ഇനി പപ്പ മമ്മിയൊക്കെ റെഡി ആവാണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ റെഡിയായി. എല്ലാവരും റെഡി ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാ കസിൻസും പരമാവധിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. പിന്നെ നമുക്ക് ഇനി കുറച്ച് സിംഗിൾ പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർ ചേട്ടന്മാർ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനിനി കൂടുതൽ പറഞ്ഞ് ചളാക്കണില്ല. ഇനി ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വ്ളോഗ് ഞാൻ നമ്മുടെ പള്ളി, അതുപോലെ തന്നെ പള്ളിയിലത്തെ കുട്ടി വ്ളോഗും, അതുപോലെ തന്നെ നമ്മുടെ ഹാളുണ്ടല്ലോ, ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെ കാര്യങ്ങളൊക്കെ വേറെ വ്ളോഗായിട്ട് കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ വലിയ വ്ളോഗായി മാറും. അപ്പോൾ കാർ ഡെക്കറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. രാവിലെ ഇനി നമുക്കൊരു പ്രെയർ ഉണ്ട്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിക്ക് ഇറങ്ങും. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയും ചേട്ടനും കൊണ്ടുവരാൻ വരും എന്നെ. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കസിൻസൊക്കെ വന്നു. അമ്മാമ്മയും അപ്പച്ചനും അമ്മച്ചും എല്ലാവരും റെഡിയായി. സോ നമുക്കിനി കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ടാവും. ഫാമിലി ഫോട്ടോസ്, കസിൻസിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ചെലാക്കുന്നില്ല, കാണിച്ചു തരാം. ഓക്കെ ഓക്കെ എടി ജ്യോതി ഓക്കെ ഓക്കെ എല്ലാവരും ചേർന്ന് മുണ്ട് കട്ടിൽ പിടിച്ചു. ഓക്കെ അനി അപ്പ് അമ്മ ചേർന്നു. സംസാരിച്ചിട്ട് ചേച്ചി ബാക്കി
മോളിലൂടെ അവളില്ലാണ്ട് പിന്നെ ഞങ്ങൾ എന്താ നിങ്ങൾ ഓക്കെ അപ്പോൾ ഒരുവിധം ഫോട്ടോസ് എടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ജിസ്ന ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ എൽഡർ സിസ്റ്ററും ബ്രദർ ഇൻ ലോയും പിള്ളേരും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടാണ് എന്നെ പള്ളിക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പ്രയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പള്ളിക്ക് പോവും. അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. സോ ബൈ ബൈ.